CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ പരാതിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രി VD സതീശൻ. പരാതിയിൽ കർശന നടപടിയെടുക്കാൻ VD സതീശൻ നിർദ്ദേശം നൽകി. പരാതി ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്തു. വ്യാജവാർത്തയ്ക്കെതിരെ PK ശ്രീമതി പരാതി നൽകിയിരുന്നു. വ്യാജവാർത്തകളിൽ മാപ്പില്ലെന്നും മാനനഷ്ടക്കേസ് നൽകുമെന്നും PK ശ്രീമതി പ്രതികരിച്ചു. വാർത്ത നൽകിയ പലരും വിളിച്ചുവെന്നും കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞതായും ശ്രീമതി മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് BJP നേതാക്കൾ വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നുവെന്നും PK ശ്രീമതി അറിയിച്ചു. സൈബറിടത്ത് മോശം വാക്കുകൾ ഉപയോഗിച്ച് നടത്തുന്ന പോർവിളികൾ എല്ലാവരും നിർത്തണമെന്നും PK ശ്രീമതി പറഞ്ഞു. കഴിഞ്ഞ ദിവസം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ PK ശ്രീമതി വിതുമ്പി കരഞ്ഞിരുന്നു. പാലക്കാട്ടെ PK ശശിക്കെതിരായ പീഡനാരോപണത്തെക്കുറിച്ച് പറയുമ്പോൾ തീവ്രത എന്ന വാക്ക് താൻ ഉപയോഗിച്ചിട്ടില്ല. ഈ വ്യാജ പ്രചാരണം കാലങ്ങളായി നടക്കുന്നു. ഏതോ MLA ഭാര്യ എന്ന നിലയിൽ പെൻഷൻ വാങ്ങുന്നുവെന്ന ആരോപണം മാനം കെടുത്തുന്നതാണെന്നും ശ്രീമതി പറഞ്ഞു. എത്ര വൃത്തികെട്ട രീതിയിലാണ് തനിക്കെതിരെ പ്രചരണം നടക്കുന്നത്. അത് ഏതായാലും ഇത്രയും കൊള്ളരുതാത്ത രീതിയിൽ ഇന്ത്യക്ക് പുറത്തും ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ കാണുന്ന തരത്തിൽ ഈ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് എന്നെപ്പോലൊരു വ്യക്തിയെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ആരും ചോദിച്ചില്ല ഇതുവരെ എന്താണ് വസ്തുത എന്ന്. ഏതെങ്കിലും ഒരു പത്രക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തക എന്നോട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ കഴിഞ്ഞ 2-3 ദിവസം ആരും ചോദിച്ചില്ല. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപാകെ വന്നത്. ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നാണ്. കാരണം ഇത്രയേറെ അഭിമാനക്ഷതം, മാനത്തിന് ഇത്രയധികം കോട്ടം സംഭവിച്ച ഒരു സന്ദർഭം എത്രയോ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ മോശമായി പോയി. എൻ്റെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് അധ്യാപകനായിരുന്നു. ഞാനും അധ്യാപികയായിരുന്നു. 45 വയസ്സ് വരെ സ്കൂളിൽ പഠിപ്പിച്ചു. 6ലും 7ലും കണക്കും സയൻസുമാണ് ഞാൻ പഠിപ്പിച്ചത്. പലരും എന്നെക്കുറിച്ച് അധ്യാപികയല്ല എന്നൊക്കെയാണ് പറയാറ്. അതിലൊന്നും എനിക്ക് വിഷമമില്ല, പറയട്ടെ. പക്ഷേ ഇത് കുറച്ച് കടുത്ത കൈയായിപ്പോയി. അതുകൊണ്ട് DGPക്കും ആഭ്യന്തരമന്ത്രിക്കും സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, PK ശ്രീമതി പറയുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.